എനിക്ക് പൈസ തന്നതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി വരെ കേസ് ഏറ്റെടുത്ത് നടത്തിയത്. ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. സുപ്രീം കോടതി വരെ പോകാനുള്ള പൈസ കെട്ടിവെച്ചു. എത്രയാണ് എമൗണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കെട്ടിവെച്ചു എന്ന് താങ്കൾ പറയുമ്പോൾ ഈ പറയുന്ന ഗോവിന്ദചാമി തന്നെയാണോ യഥാർത്ഥ പ്രതി എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതോ ഗോവിന്ദചാമി ഒരു ബലിയാട് മാത്രമാണോ? യഥാർത്ഥത്തിൽ സൗമ്യയെ കൊന്നത് വേറെ ആരെങ്കിലും ആണോ? നോക്കൂ, അങ്ങനെ ഒരു വാദം ഒരിക്കലും ഞാൻ ഉന്നയിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഗോവിന്ദചാമി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുകയും ഗോവിന്ദചാമിയെ കണ്ട് ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഈ പെൺകുട്ടി പുറത്തേക്ക് ചാടുകയും അതിനുശേഷം പുറത്തേക്ക് ചാടിയതിന് ശേഷം ഈ ഗോവിന്ദചാമി വല്ല സ്വർണമോ അതുപോലെ തന്നെ മാലയോ ഉണ്ടോ നോക്കുന്നതിനായിട്ട് ഇവിടെ വരികയും അപ്പോൾ അവിടെ വെച്ച് സെക്ഷലായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തി എന്ന് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ